ഒരാളെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ആർട്ടിഫിഷ്യലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ലേ ഇപ്പം ഞാൻ നാടകം ചെയ്യുന്ന സമയങ്ങളിൽ എൻ്റെ അധ്യാപകരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് വഴക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ താമസിച്ച് വരുമ്പോൾ എനിക്ക് ഒരുപാട് അവഗണനകൾ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും, അത് അവർക്ക് മനസ്സിലാക്കണമെന്നില്ല. എന്നാലും നമുക്ക് ഇന്നത് നേടാനായിട്ട് ഒരാളെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കുക, അതിന്റെ ആവശ്യമില്ല. ബന്ധങ്ങളെന്ന് പറയുമ്പോൾ സിനിമയിലുള്ള ബന്ധങ്ങൾ പോലും നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ട് ബിഹേവ് ചെയ്താൽ അല്ലാതെ ചിലവര് മുമ്പിൽ നിന്ന് നമ്മൾ അങ്ങനെ നിന്നാൽ പിന്നെ അവരത് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ബ്രോ. അതായത് നമ്മളായിട്ട് അങ്ങ് നിന്നാണ്, നമ്മൾ ആരെ മുമ്പിൽ അഭിനയിക്കണ്ട. എന്നെ സംബന്ധിച്ച് എന്നെ മുഖത്ത് നോക്കിയിട്ട് എന്നെ ആരെന്ത് പറഞ്ഞാലും, ഇപ്പം എനിക്ക് വേദനിക്കുന്ന എന്ത് തരത്തിലുള്ള എന്ത് വാക്കുകൾ കേട്ടാലും എന്ത് സംഭവിച്ചാലും ഞാൻ മറുപടി എന്ന് പറയുന്നൊരു സംഭവം പറയില്ല. ഞാൻ മറുപടി പറയില്ല. എന്നെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം ഞാനിപ്പോൾ ഞാൻ മൃഗമായി മാറിയെന്ന് തമിഴ് പടം ഇറങ്ങി. സിനിമ ഇവിടെ കേരളത്തിൽ റിലീസായിട്ടില്ല, ചെന്നൈയിൽ റിലീസായി. ഞാൻ ത്രൂ തൊട്ട് വില്ലനായിട്ട് അഭിനയിച്ച പടമാണ്. അപ്പോൾ പടത്തിൽ ഞാൻ അവിടെ തമിഴ്നാട്ടിൽ പോയി അഭിനയിച്ചു. ഞാൻ ഷിമോഗയിലായിരുന്നു ഷൂട്ട് വീട്ടിലും. ആ സമയത്ത് കോവിഡ് ഇഷ്യൂ അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ തീർത്ത പടം. കുറേ പേയ്മെൻറ്റ് ബാലൻസ് ഉണ്ട്, അതൊക്കെ പോയിട്ട് എന്നാലും ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ എൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഓൺലൈൻ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ ആ സിനിമയുടെ ഒരു പോസ്റ്ററിലോ ആ സിനിമയുടെ ഒരു പ്രൊമോഷൻസിലോ ഞാനില്ല. ഞാൻ മൃഗമായി മാറിയെന്നുണ്ട് തമിഴ് പടത്തിൽ. കഴിഞ്ഞ ദിവസം മുമ്പാണ് ആ പടം കേരളത്തിൽ റിലീസായി എന്നും പറഞ്ഞ് പോസ്റ്റർ കണ്ടിട്ട് എന്നെ വിളിച്ചു, ഒരു ഫ്രണ്ട് വിളിച്ചു, ഞാൻ മൃഗമായി മാറിയെന്ന് പറഞ്ഞ പടം ഇവിടെ റിലീസായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ താൻ അഭിനയിച്ചിട്ടില്ലേ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആരാ ഇവിടെ റിലീസ് ചെയ്തത്, ഡിസ്ട്രിബ്യൂഷൻ ആരാണെന്ന് എനിക്കറിയില്ല, ഇതൊന്നും എന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ പടം എനിക്ക് കാണണം, ഞാൻ അഭിനയിച്ച പടമാണ്. ഞാൻ ചെന്നൈ പോയി കണ്ടു, വൈഫ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വൈഫിനെയും കൂട്ടി ഞാനൊരു തിയേറ്ററിൽ പോയി. ഇപ്പോൾ തിയേറ്ററിൽ പടം കാണാൻ ആളില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ഇവിടെ ചെയ്തിട്ടില്ല. ഞാൻ ആ പടത്തിൽ ഉണ്ടെന്ന് കേരളത്തിലെ ഒരു ഓഡിയൻസിനും അവർ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഒരു ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മലയാളി അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കാണാം. പക്ഷെ അവരത് ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവരൊരു പടം ബിസിനസ് കഴിഞ്ഞു, അവരവിടെ ഇറക്കി, തിയേറ്ററിൽ ഇറക്കി. ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ കാശ് കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ച കാര്യമുണ്ട്, ഒരു ദിവസം ഇതേ കൗണ്ടറിൽ ഒരാൾക്ക് പോലും നിൽക്കാൻ പറ്റാത്ത തരത്തിൽ എൻ്റെ സിനിമ എത്തും. ഞാൻ അങ്ങനെ മനസ്സിൽ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ സാധനങ്ങളും ചെയ്യുമ്പോൾ അല്പം സൂക്ഷിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ വന്ന റൂട്ട് അങ്ങനത്തെ റൂട്ടായതുകൊണ്ട് തിരിച്ച് മറുപടിയൊന്നും പറയില്ല. മറുപടി പറയേണ്ട സമയമാകുമ്പം വാക്കുകൊണ്ടല്ല, അത് പ്രവൃത്തി കൊണ്ട്, അത് ഓട്ടോമാറ്റിക്കലി അത് അവരെ കണ്ണിൽ കണ്ടോളും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ഷമ ഏറ്റവും കൂടുതൽ വേണം ബ്രോ. നമ്മൾ ഈ ആക്ടേഴ്സിന് ആണെങ്കിൽ എന്ത് തരത്തിൽ തീർച്ചയായിട്ടും ക്ഷമ വേണം. ഇപ്പോൾ കുറേ കളിയാക്കലുകൾ ഉണ്ടാവും, കുറേ നമുക്ക് അവഗണനകൾ ഉണ്ടാവും. നമ്മൾ അവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്, സ്ട്രൈക്ക് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഈ പറയുന്നവർക്ക് ഇത് പലതും പറയാം. ഇവിടെ ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കണം നമ്മൾ. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നില്ല, ഇങ്ങനെ നിൽക്കണം. അതായത് റിയാക്ട് ചെയ്യേണ്ട ഒരു അവസരത്തിൽ വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം. ഞാൻ റിയാക്ട് ചെയ്യാറില്ല, സീരിയസ്ലി ഞാൻ റിയാക്ട് ചെയ്യും. കാരണം ഞാൻ റിയാക്ട് എന്തിനാ ചെയ്യണേ? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കും. ഞാനത് റിയാക്ട് ചെയ്യാതെ ഞാനത് ഉള്ളിലിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും. ഇങ്ങനെ കൊണ്ട് നടന്നൊരു സ്പേസിലെത്തുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് റിയാക്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇരിക്കും ഞാൻ. അപ്പം ആൾക്ക് മനസ്സിലാവും അപ്പാനി എന്തിനാണ് അങ്ങനെ ഇരുന്നെന്നുള്ളത് മനസ്സിലാവും. അത് നിരഞ്ജൻ എത്രത്തോളം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ? അതായത് ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ എന്തായാലും മനുഷ്യരാണ്, അപ്പം നമുക്ക് മനസ്സിൽ ചില പ്രോബ്ലങ്ങൾ ഉണ്ടാവും, നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അതിനെ റിയാക്ട് ചെയ്യുന്നതിനോട് എത്രത്തോളം റിയാക്ട് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് റിയാക്ട് ചെയ്തിട്ട് ഒന്നും നേടാനില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, ഫ്രണ്ടിലോട്ട് പോവുക. പല രീതിയിലുള്ള എന്താ പറയുക, പല ആൾക്കാരും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ പോലും നമ്മളെ എന്താ പറയുക, അവർ വിഷമിപ്പിക്കും. അത് നമ്മൾ മുന്നിൽ കാണണം, അതങ്ങനെ സംഭവിക്കും. നമ്മൾ എപ്പോഴും യു ഷുഡ് ഓൾവേസ് കീപ്പ് അവർ ഗാർഡ്സ് അപ്പ് എന്ന് പറയില്ലേ, അതായത് നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യണം. ഇപ്പം എന്തിനാണ് ഫസ്റ്റ് പടം ബോബി എന്ന സിനിമയ്ക്ക് മുമ്പ് പോലും അതിന് എന്താ പറയുക, അതിന് വേറൊരു
ആള് വന്നിട്ട് പറഞ്ഞത് അയ്യോ ഈ പുള്ളീനെ അതിന്റെ പറഞ്ഞിട്ടുണ്ട് നിരഞ്ജൻ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ എന്റെ അപ്പൊ ഞാൻ തിരുപ്പതി പോകാൻ മുട്ടയടിച്ചൊരു സമയമാണ്, മുടി വളർന്നു വരുന്ന സമയമാണ്. ഈ പയ്യനെ കണ്ട കുരങ്ങനെ പൊരിക്കുന്നത് വേറെ വല്ലതും നല്ല പിള്ളേരെ ഇട്ടൂടെ എന്നുള്ളൊരു ചോദ്യം അത് കേട്ട ഞാനത് കേട്ടപ്പോൾ എനിക്ക് കോമഡി ആയിട്ട് തോന്നി. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് വിഷമം വന്ന് കണ്ണൊക്കെ നിറഞ്ഞ്. പക്ഷെ വേറെ നല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ വേറൊരാളാണ് സഹീർ ഇക്കാന്ന് പറഞ്ഞ പുള്ളി നല്ല പ്രൊഡ്യൂസറാണ്, നന്നായിട്ട് പടം നന്നായിട്ട് ചെയ്തു. അപ്പം അതിന് മുമ്പ് വന്ന ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും പറയുന്നത് അല്ലേ, നമ്മൾ അഭിനയിക്കുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇവൻ അഭിനയിക്കാൻ കൊള്ളു, ഇവൻ അഭിനയിക്കാൻ കഴിവില്ല, ഇവൻ അഭിനയിക്കുന്നത് നമുക്ക് ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ പറയാം. ശരി, അതൊരു പ്രൊഫഷണനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പറയാം, ഈ സീൻ അഭിനയിച്ചത് ശരിയായില്ല എന്ന് നമുക്ക് പറയാം. എങ്കിൽ നമ്മൾ അടുത്ത് തിരുത്തും. നമ്മളെ ശരീരം കണ്ടോ, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, നമ്മളുടെ ഇടപെടൽ കണ്ടോ അങ്ങനെ വിലയിരുത്താൻ പാടില്ല. അതിന് നമ്മളെതിരാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നായകനായിട്ടൊക്കെ നമ്മൾ ഹീറോ പടങ്ങൾ ചെയ്യും കേട്ടോ, ഹീറോ ആയിട്ടല്ല ചെയ്യണേ. ആ സ്ക്രിപ്റ്റില് ആ കഥാപാത്രം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇത് ചെയ്യുമ്പം ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ നായകനാവാനുള്ള ഇതുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ധൈര്യമല്ലേ നമ്മളെ, തീർച്ചയായിട്ടും ധൈര്യമല്ലേ, ആ ധൈര്യമാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്. അല്ലാതെ അവർക്കത് പറ്റാത്തതുകൊണ്ടാണ് അവരത് പറയുന്നത്. ആ ധൈര്യമാണ് നമുക്ക്. അത് മാത്രമല്ല, ഈ നായകൻ എന്നുള്ളൊരു ടൈറ്റിൽ പണ്ട് തൊട്ടേ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നം ചിലപ്പോൾ, കാരണം ആ സിനിമയിൽ ചിലപ്പോൾ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് റോൾ എന്നുള്ളൊരു സംഭവമാണല്ലോ. തീർച്ചയായിട്ടും അതിനും വലിയ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം കിരീടം എന്ന് പറയുന്ന ലാലേട്ടൻ സിനിമയിൽ ലാലേട്ടനൊപ്പം നിൽക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് തിലകൻ സാറിൻ്റെ ക്യാരക്ടർ. അപ്പം നമുക്ക് തിലകൻ സാറിൻ്റെ നായകൻ എന്ന് വിളിച്ചൂടെ, അങ്ങനെ വിളിച്ചൂടെ? അപ്പം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇപ്പം എന്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, എപ്പോഴും തമാശകൾ പറയാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്, ഒരു അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുമല്ല, ഒരു ജോവിയലായിട്ടുള്ള ഫൺ ലവിങ് പേഴ്സണാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ ചിലപ്പോൾ ആ വ്യക്തി അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ആയിരിക്കാം ചിലരിൽ. പക്ഷെ എങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നത്, റിയാക്ട് ചെയ്യേണ്ടടുത്ത് ഞാൻ പറയാനുള്ളത് പറയും, പറയാനുള്ളത് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് കാരണം നമ്മളെ എന്താ പറയാ, നമ്മുടെ ഇപ്പം എന്നെ പറ്റി ഒരാളൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ വിളിച്ചു ചോദിക്കാം, അങ്ങനെയല്ല. ഓൺ ദ സ്പോട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അപ്പം പറയും അതവിടെ. പിന്നെ അല്ലെങ്കിൽ ചില സമയം ഞാൻ കോമഡിയിലൂടെ പറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ. കൂടുതൽ നിരഞ്ജൻ കോമഡിയിലൂടെ തന്നെയാണ് കാര്യം പറയുന്നല്ലേ, കോമഡിയിലൂടെ അങ്ങ് പറഞ്ഞത് അല്ലാതെ കൊള്ളുകയും ചെയ്യും. അത് കറക്റ്റ് കാര്യം പറയേണ്ടത് പറയും, കോമഡി ആയിട്ടങ്ങ് പറയും. ഇപ്പം അച്ഛനാണെങ്കിലും ഇപ്പോൾ രാജേട്ടനാണെങ്കിലും എന്തെങ്കിലും തന്ന ഒരു അഡ്വൈസ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ കാണുമല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ചിലപ്പോൾ പണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ ബോബി എന്നുള്ള മൂവി കഴിഞ്ഞപ്പോഴായിരിക്കാം, അത് നമ്മളിപ്പോഴും ചിലപ്പോൾ ഫോളോ ചെയ്തേക്കാം. ആ പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനല്ല, അച്ഛൻ തന്ന ഒരു മെയിൻ അഡ്വൈസ് എന്ന് പറയുന്നത് ഈ സമയം പാലിക്കലും പങ്ക്ച്വാലിറ്റിയും. ഇതൊക്കെ സിനിമ എന്ന് പറയുമ്പോൾ കുറേ വേറൊരു ടീം എഫേർട്ടാണ്. അപ്പം നമ്മൾ കാരണം ലേറ്റ് ആവുകയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ സിനിമയിൽ നമ്മളത് കൂടെ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പ്രയത്നിക്കണം. അന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ കാക്കപ്പേട്ട ലൊക്കേഷനൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമുക്കൊക്കെ മുമ്പേ ആവാൻ വന്നിരിക്കും, ഷേവൊക്കെ ചെയ്താൽ ഒരേ സമയത്തൊക്കെ എല്ലാം ഓൾമോസ്റ്റ്